blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത അതിൻ്റെ പിന്നിലെ സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പാലമനീർ എന്ന സ്ഥലത്തുള്ള ദിനാകറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു വലിയ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം മുഴു കുടുംബത്തിന് കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓമല്ലൂരിൽ നിന്നുള്ള ജെറിൻ പീറ്റർ മോഹന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കടബാധ്യതകളിൽ നിന്നും സമ്പൂർണമായ മോചനം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടപ്പോൺ എന്ന സ്ഥലത്തുള്ള സിനു ഘോഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദുബൈയിൽ ഗവൺമെൻറ് സർവീസിൽ നല്ലൊരു ജോലി കിട്ടാൻ അങ്ങ് സഹായിക്കണമേ. പത്തനംതിട്ടയിൽ നിന്നുള്ള സിമിക്കും ഷോണിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴക്കൂട്ടത്തു നിന്നുള്ള ഹിമ രാജന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. MBBS ഫൈനൽ ഇയറിൽ നല്ല ഒരു റിസൾട്ട് ഉണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടപ്പനക്കുന്നിൽ നിന്നുള്ള തങ്കരാജനും വിമലയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. മകളുടെ വിവാഹം എത്രയും വേഗം നടക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളെല്ലാവരും ചേർന്ന് കർത്താവെ, ഈ ഓരോ വ്യക്തികൾക്കായി, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹിക്കുന്നു. ലോകം എമ്പാടുമുള്ള ദശലക്ഷങ്ങൾ ചേർന്ന് ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൂവാറ്റുപുഴ ജനുവരി 15 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജനുവരി 16 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിന് സമീപം, തിരുവല്ല. കുടുംബത്തിൻ്റെ മേൽ മാത്രമല്ല, തൻ്റെ സഹോദരൻ്റെ ജീവിതത്തിലും യേശു ചെയ്ത 2 സാക്ഷ്യങ്ങൾ. ഒന്ന് ഈ കുടുംബത്തിനും, മറ്റൊന്ന് തൻ്റെ സഹോദരനായ സന്തോഷിന് വേണ്ടി യേശു കർത്താവ് ചെയ്തു. പക്ഷേ സന്തോഷം എന്ന് പറയാൻ തൻ്റെ സഹോദരൻ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലില്ല, സൗദി അറേബ്യയിലാണ്. 2014 ഷൊർണൂരിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് ഈ സിസ്റ്റർ അവിടെ വന്നിരുന്നു. ഷൊർണൂരിൽ അവിടെ കഴിഞ്ഞ വർഷം ഓക്കെ അവിടെ വന്നിരുന്നു. അന്ന് തൻ്റെ സഹോദരൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് വന്നത്. കാരണം ആ സമയത്ത് തൻ്റെ സഹോദരൻ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളാൽ മരണത്തിൻ്റെ വക്കോളം എത്തിയിരുന്നു. തൻ്റെ സഹോദരൻ സന്തോഷം എന്ന് പറയുന്ന തൻ്റെ സഹോദരൻ വാഹന സംബന്ധമായ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിനോടനുബന്ധിച്ച് വേറെ ചില കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. അതെല്ലാം തകർന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ തൻ്റെ മുൻപിൽ ആത്മഹത്യ അല്ലാതെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന കുടുംബമായിരുന്നു. അന്നത്തെ ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൻ്റെ സഹോദരൻ്റെ ആവശ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് അന്നത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വന്നു. അന്ന് അവിടെയുള്ള പ്രെയർ റിക്വസ്റ്റ് ഫോം വാങ്ങിച്ചു, പ്രാർത്ഥനയെല്ലാം എഴുതിയിട്ടു. അതിനുശേഷം നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ചു. തൻ്റെ സഹോദരൻ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു. പേപ്പറിൽ ഒരു പരസ്യം കണ്ടു, സൗദി അറേബ്യക്ക് ഇന്ന ജോലിക്ക് ആവശ്യമാണ്. അങ്ങനെ അതിന് അപ്ലൈ ചെയ്തു. വേഗത്തിൽ തനിക്ക് അവിടെ പോകുവാൻ സാധിച്ചു. ആ തകർച്ചയിൽ നിന്നും ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ദൈവം തൻ്റെ സഹോദരനെ വിടുവിച്ചു. ഇന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം ജീവിക്കുകയാണ്. പക്ഷേ അതിനിടയിൽ ഷൊർണൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വെച്ച് ഇവർക്കൊരു ആവശ്യമുണ്ടായിരുന്നു. ഇവർ ഇവിടെ സിറോഹി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂർ യാത്ര ചെയ്താണ് ആ സ്ഥലത്തേക്ക് പോകേണ്ടത്. പക്ഷേ ഇന്നിവിടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇവിടെ ഉദയപൂർ ഉണ്ടെന്ന് അറിഞ്ഞ് ഇവർ വന്നതാണ്. അങ്ങനെ നീണ്ട 6 വർഷമായി പാലക്കാട് നിന്ന് ഇവരിവിടെ വന്ന് താമസിക്കുന്നത്. ഇതിനിടയിൽ നാട്ടിൽ സ്വന്തമായൊരു വീട് വേണമെന്ന് ഇവർ ആഗ്രഹിച്ചു. പക്ഷേ ഇവർക്കൊരു 17.5 സെൻറ്റ് സ്ഥലവും അവിടെ ഒരു ജസ്റ്റ് ഒന്ന് വാർത്ത് ഒരു പണിയും കഴിഞ്ഞ വീടും ഉണ്ടായിരുന്നു. പക്ഷേ ഈ 6 വർഷമായിട്ട് ഇതിനകത്ത് കയറി താമസിക്കാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഷൊർണൂരിൽ വന്നത്. അന്ന്
ആരാധനയുടെ സമയത്ത് ബ്രദർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, യേശുവിൻ്റെ നാമത്തിൽ വീടില്ലാത്തവർക്ക് വേണ്ടി യേശു കർത്താവ് അത്ഭുതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, അപ്പോഴാണ് വിശ്വാസം പറഞ്ഞത്. അല്ല, ഞാൻ കുറച്ച് വർഷങ്ങളായി ബ്ലെസ്സിൻ്റെ കണ്ടുകൊണ്ടിരിക്കുക, എനിക്ക് എൻ്റെ അകത്ത് വിശ്വാസമുണ്ട്. പക്ഷെ അന്നിത് പറഞ്ഞതിന് ശേഷം തൻ്റെ വിശ്വാസം ഒന്നും കൂടി വർദ്ധിച്ചു എന്ന് പറഞ്ഞു. ദൈവം അന്നത്തെ ആ ഷൊർണൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവ് ഇവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം എന്ന് പറയുന്ന 17.5 സെൻറ്റ് സ്ഥലത്തുള്ള വീട്ടിൽ അത് പണി തീർക്കുവാനോ താമസിക്കാനോ ഒന്നും പറ്റിയില്ല. പക്ഷെ ആ സ്ഥലത്തല്ല, അതിനേക്കാൾ അധികമായി 40 സെൻറ്റ് സ്ഥലം കർത്താവ് കൊടുത്തു. അവിടെ അതിമനോഹരമായ ഒരു വീട് വെച്ചു. ഈ വീട് വിൽക്കുവാനും എല്ലാം ദൈവം കൃപ ചെയ്തു. തക്ക സമയത്ത് നമ്മുടെ യേശു കർത്താവ് പ്രവർത്തിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വീട്ടിൽ ഇവർക്ക് താമസിക്കുവാൻ സാധിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ സാധാരണ പറയുന്നൊരു മുദ്രാവാക്യമുണ്ട്, ഗെറ്റ് ജീസസ് ഗെറ്റ് എവറിത്തിങ്. യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി. ഒന്ന് പറയാം എല്ലാവരും, യേശുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടി. കാരണം യേശുവിൻ്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. കൈകളടിച്ചൊരിക്കൽ കൂടെ യേശുവിന് നന്ദി പറഞ്ഞാൽ. ഈ സമയത്ത് കൈകളെ ഉയർത്തി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കുടുംബത്തിന് വേണ്ടി കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയും. അവരുടെ പ്രാർത്ഥനകൾ നീ കേട്ടല്ലോ, അവരുടെ വിഷയങ്ങൾ നീ അറിഞ്ഞല്ലോ. ആ സഹോദരന് വേണ്ടിയും കർത്താവ് പ്രവർത്തിച്ചല്ലോ. കർത്താവ് ഭൗതികമായ ആവശ്യങ്ങൾ മാത്രമല്ല, ആത്മീയമായ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. 2 Corinthians 10:5 says, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10:11 പറയുന്നു, first you have to make captive every thought to the obedience of Christ. അവിടെ നാം കാണുന്നു, ആദ്യം നമ്മുടെ ചിന്തകളെ മുഴുവൻ ക്രിസ്തു യേശുവിന് അനുസരണമുള്ളതായി പിടിച്ചടക്കണം. Matthew 7:7 says, മത്തായിയുടെ സുവിശേഷം 7:7 പറയുന്നു, ask and it shall be given unto you, ചോദിക്കുന്ന ഏവനും നൽകപ്പെടുന്നു, seek and you shall find, നിങ്ങൾ അന്വേഷിപ്പിൻ നിങ്ങൾ അത് കണ്ടെത്തും, and knock the door will be open to you. മുട്ടുവിൻ നിങ്ങൾക്ക് അത് തുറന്നു കിട്ടും. This is called ASK, ask principle. ഇതിനെ ASK, ask principle എന്നാണ് പറയുന്നത്. Ask beginning with A, seek beginning with S, and knock beginning with A, together ASK principle in prayer. അവിടെ ask എന്ന് പറയുന്ന വാക്കിന്റെ എയും seek എന്ന് പറയുന്ന വാക്കിലെ എസും അതുപോലെ knock എന്ന് പറയുന്ന വാക്കിലെ ആദ്യാക്ഷരമായ കെയും കൂടെ ചേർത്തിട്ടുള്ള ask എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ask principle എന്ന പേരിൽ അറിയപ്പെടുന്നത്. Hallelujah. Hallelujah. John 16:24. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനം. We have to pray in the name of Jesus. നാം യേശുവിന്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. Philippians chapter 4 verse number 6. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. We should not be anxious about anything, but in every situation by prayer and petition we have to present our request to God. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് സമർപ്പിക്കുകയത്രേ വേണ്ടത്. James 5:13 says, അതുപോലെ തന്നെ യാക്കോബ് 5:13 പറയുന്നു, if there is anyone in trouble you have to pray. അവിടെ എഴുതിയിരിക്കുന്നു, ആരെങ്കിലും കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കട്ടെ. First Chronicles 16 and verse number 11 says, അതുപോലെ തന്നെ 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം പറയുന്നു, look to the Lord and his strength, seek his face always. എല്ലായ്പ്പോഴും അവന്റെ മുഖത്തെ അന്വേഷിപ്പിൻ, അവന്റെ ശക്തി അന്വേഷിപ്പിൻ, അവന്റെ മുഖം എല്ലായ്പ്പോഴും തേടുവിൻ. ആമേൻ. Hallelujah. Hallelujah. Have you heard about one lady called Hannah in the Old Testament? പഴയ നിയമത്തിൽ ഹന്ന എന്ന പേരിലുള്ള സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? This lady had no children. ഈ സ്ത്രീക്ക് മക്കളുണ്ടായിരുന്നില്ല. Husband had a second wife. Her name was Penina. ഭർത്താവിന് രണ്ടാമതൊരു ഭാര്യ ഉണ്ടായിരുന്നു, അവളുടെ പേര് പെനീന എന്നായിരുന്നു. Penina had children. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, But wife one had no children. ഒന്നാമത്തെ ഭാര്യയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. What happened was there was a fight going on under the same roof about this problem. എന്നാൽ ഈ ഒരു പ്രശ്നത്തെ പ്രതി ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ഈ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു. Hannah started crying. ഹന്ന കരയാൻ തുടങ്ങി, Praying and praying and praying. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് One പ്രാർത്ഥിച്ചു. day she went to the temple of the Lord. ഒരു ദിവസം അവൾ ദൈവാലയത്തിലേക്ക് കടന്നു The ചെന്നു. priest Eli was sitting there. ആ സമയത്ത് ഏലി പുരോഹിതൻ അവിടെ ഉണ്ടായിരുന്നു. She started pouring her heart in the presence of God. ദൈവസന്നിധിയിൽ അവൾ തന്റെ ഹൃദയത്തെ പകർന്നു പ്രാർത്ഥിച്ചു. Even the priest thought that she was drunk. പുരോഹിതന് പോലും ചിന്തിച്ചു അവള് മദ്യപിച്ചിരിക്കുകയാണെന്ന്. But finally he blessed her and she had a son. ഒടുവിൽ ദൈവം അവളെ അനുഗ്രഹിച്ചു, അവൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. Look here. She was a push lady.
ഓർക്കുക, അവൾ ഒരു പുഷ് സ്ത്രീയായിരുന്നു. She prayed until she got her Samuel. നോക്കുക, അവളുടെ പ്രാർത്ഥിച്ച ശമൂവേൽ ജനിക്കുന്നത് വരെ അവൾ പ്രാർത്ഥനയിൽ തള്ളുന്നവളായിരുന്നു. Golden rule number 2, be watchful in prayer. രണ്ടാമത്തെ സുവർണ്ണ നിയമം, പ്രാർത്ഥനയിൽ ജാഗരൂകരാകുക. Meaning we have to be spiritually awake. അതിന്റെ അർത്ഥം ആത്മീകമായി നമ്മളിൽ ഉണർവുള്ളവരായിരിക്കണം. Hallelujah. Hallelujah. We have to discipline our mind. നമ്മുടെ മനസ്സുകളെ നാം അച്ചടക്ക We have to ശീലമുള്ളവരാക്കണം. control our thoughts. നമ്മുടെ ചിന്തകൾക്ക് നാം കടിഞ്ഞാണിടാൻ സാധിക്കണം. Remember, we have to have fire on the altar. നമ്മുടെ യാഗപീഠത്തിൽ നമുക്കൊരു തീ ഉണ്ടായിരിക്കണം. Altar is our heart. ഓർക്കുക, യാഗപീഠം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. In other words, if there is no fire in our prayer, it will not go up. അതിന്റെ അർത്ഥം ഇവിടെ പ്രാർത്ഥനയില്ലെങ്കിൽ അല്ലെങ്കിൽ തീ ഇല്ലെങ്കിൽ അത് ഒരിക്കലും മുകളിലേക്ക് പൊങ്ങുകയില്ല. Luke chapter 9 and verse number 32. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വചനം. This is the scene of the Transfiguration Mount. ഇത് മറുരൂപ മലയുടെ ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. As Jesus was praying, ഇവിടെ യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ Peter and his companions, all of them slept. ഇവിടെ പത്രോസും തന്റെ കൂട്ടാളികളും എല്ലാം അവിടെ ഉറങ്ങി വീഴുകയാണ്. Jesus was in prayer. എന്നാൽ യേശു കർത്താവ് പ്രാർത്ഥനയിലാണ്. He was talking to the Father. അവൻ പിതാവിനോട് Suddenly പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. there was a sound, പെട്ടെന്ന് ഒരു ശബ്ദം അവിടെ ഉണ്ടായി. and Peter and his companions woke up. പെട്ടെന്ന് പത്രോസും തന്റെ കൂട്ടാളികളും എല്ലാം അവിടെ എഴുന്നേറ്റ് വന്നു. And when they looked, അവർ നോക്കിയപ്പോൾ they saw Jesus in a glorious form. അവിടെ യേശു കർത്താവ് തേജസ്സേറിയ വിധത്തിൽ നിൽക്കുകയാണ്. And some more men, glorious figures, were talking to him. അപ്പോൾ തന്നെ അവിടെ ചില തേജസ്സേറിയ ചില പുരുഷന്മാരെ കൂടെ അവിടെ സംസാരിക്കുന്നതായി കണ്ടു. Brothers and sisters, look at me. സഹോദരന്മാരെ സഹോദരിമാരെ, ദയവായി As ശ്രദ്ധിച്ചാലും. long as we sleep in prayer, we will not see any glory. പ്രാർത്ഥനയിൽ നാം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം സമയം നമ്മൾ ഒരിക്കലും തേജസ് കാണുകയില്ല. But if you wake up, എന്നാൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ we will see the glory of the living God. നിങ്ങൾ എഴുന്നേറ്റാൽ ദൈവത്തിന്റെ തേജസ് നിങ്ങൾ കാണും. In chapter 18, ലൂക്കോസിന്റെ സുവിശേഷം 18 first 8 verses, ആദ്യത്തെ 8 വചനങ്ങൾ. there was a widow, അവിടെ ഒരു വിഡോ ആയിട്ടുള്ള സ്ത്രീ, and there was a judge. അപ്പോൾ തന്നെ മറ്റൊരു ന്യായാധിപൻ. This judge had no fear of the Lord. അവിടെ ദൈവത്തെ ഭയമില്ലാത്തൊരു ന്യായാധിപനാണ്. He was a cruel man. അദ്ദേഹം ഒരു ക്രൂരനായ But മനുഷ്യൻ. this lady, this widow, every day she used to go to the judge for some help. അവിടെ ആ സ്ത്രീ എല്ലാ ദിവസവും തന്നെ സഹായത്തിന് വേണ്ടിയിട്ട് ആ ന്യായാധിപന്റെ അടുക്കൽ ചെല്ലുമായിരുന്നു. But this man had no fear of man, എന്നാൽ no fear of God. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെയും മനുഷ്യരെയും ഭയമില്ലാത്ത, Because this lady was constantly pressurizing him, he did everything for her. എന്നാൽ നിരന്തരമായിട്ട് ഈ വിധവ മുട്ടിപ്പായി തന്നെ അപേക്ഷിക്കുക നിമിത്തമായിട്ട് അദ്ദേഹം അവൾക്ക് അത് ചെയ്തു കൊടുത്തു. Now God is asking, ഇപ്പോൾ ദൈവം തമ്പുരാൻ ചോദിക്കുന്നു, if this judge could do that, how much more your heavenly Father will do everything for those who are crying out to God day in and day out. അവിടെ എഴുതിയിരിക്കുന്ന അനീതിയുള്ള ഈ ന്യായാധിപൻ അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തെങ്കിൽ രാവും പകലും കരയുന്ന നിന്നോട് നീതിയുള്ള ന്യായാധിപനായ ദൈവം തമ്പുരാൻ എത്രയധികം വേഗത്തിൽ നിന്റെ കാര്യം നടത്തി തരും. Hallelujah. ഹല്ലേലൂയ. In a small village in Germany in 18th century, something happened. 18ാമത്തെ നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ചില കാര്യം സംഭവിച്ചു. Around 24 men and 24 women came for a communion service. അവിടെ 24ഓളം സ്ത്രീകളും 24ഓളം പുരുഷന്മാരും അവിടെ ഒരു കർത്തൃമേശ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നു. So before they took communion, they confessed all their sins to the Lord. അവർ കർത്തൃമേശയ്ക്ക് മുൻപായിട്ട് തങ്ങളുടെ പാപങ്ങളെല്ലാം അവർ ഏറ്റുപറഞ്ഞു. And they confessed their sins among themselves too. പരസ്പരമുള്ള അവരുടെ ജീവിതത്തിലെ കുറവുകൾ അവർ ഏറ്റുപറഞ്ഞു. And they had a communion. അതിനുശേഷം അവർക്ക് ഒരു ശുശ്രൂഷ അവിടെ ഉണ്ടായി. That day the Holy Spirit came and fell upon them. ആ ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. And they had a great passion to pray. അവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയൊരു തീവ്രമായ ആഗ്രഹമുണ്ടായി. And they organized their prayer in such a way that there would be around the clock prayer, 1 hour watch. അവർ പ്രാർത്ഥനയുടെ രീതി ഉണ്ടാക്കി. 1 മണിക്കൂർ നിൽക്കുന്ന 24 മണിക്കൂറും കറങ്ങിക്കൊണ്ട് മുഴുവായിട്ട് നിൽക്കുന്ന ഒരു പ്രാർത്ഥനയുടെ സിസ്റ്റം. A chain prayer. ഒരു പ്രാർത്ഥനാ ചങ്ങല. Morning 8 to 9, one team will pray.
രാവിലെ 8 മുതൽ 9 വരെ ഒരു ടീം പ്രാർത്ഥിക്കും. 9 to 10 another team will pray. അതുപോലെ തന്നെ 9 മുതൽ 10 വരെ മറ്റൊരു ടീം 10 പ്രാർത്ഥിക്കും. to 11 another. മറ്റൊരു മണിക്കൂർ അടുത്ത ടീം. Day and night this would go. രാവും പകലും ആ പ്രാർത്ഥന മുന്നോട്ട് പോയി. Do you know how many days they prayed? എത്ര ദിവസമാണ് അവർ പ്രാർത്ഥിച്ചതെന്ന് അറിയാമോ? Not days. The prayer they started lasted for 100 years. അവരുടെ ആ പ്രാർത്ഥന 100 വർഷം നിന്നു. That means even when they died, the next generation took it over. അതിന്റെ അർത്ഥം അവരിൽ ചില ആളുകൾ മരിച്ചപ്പോൾ അടുത്ത തലമുറ ആ പ്രാർത്ഥന കൊണ്ടുപോയി. So 100 years in that small village in Germany they prayed. അങ്ങനെ ജർമ്മനിയിലെ ആ കൊച്ചു ഗ്രാമത്തിൽ 100 വർഷത്തോളം ആളുകൾ പ്രാർത്ഥിച്ചു. What was the result? എന്തായിരുന്നു അതിന്റെ റിസൾട്ട്? In 100 years 100 missionaries came out of that little tiny village. ആ 100 വർഷത്തിനുള്ളിൽ 100 ശുശ്രൂഷകന്മാർ, മിഷണറിമാർ അവിടെ നിന്ന് എഴുന്നേറ്റ് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് പോയി. Why? എന്തുകൊണ്ട്? Because there was a continual prayer. അതിന്റെ അർത്ഥം അവിടെ ഇടവിടാതെയുള്ള ഒരു പ്രാർത്ഥന നടന്നു. And I believe personally that it was because of these prayers that happened in Germany that the world famous evangelist Reinhard Bonke came out of Germany as a mighty evangelist. ഞാൻ വിശ്വസിക്കുന്നത് അന്ന് നടന്ന 100 വർഷത്തെ ഇടവിടാതെ പ്രാർത്ഥനയിൽ നിന്നായിരിക്കണം ഇന്ന് ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ ലോകപ്രസിദ്ധ സുവിശേഷകനായിട്ടുള്ള റെയ്നാർഡ് ബോങ്കെ ജർമ്മനിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നത്. Brothers and sisters, if we devote ourselves to pray, if we watch in prayer, something will happen. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ, ജാഗരൂകരാകുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് പുറത്തു വന്നിരിക്കും. Shout hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? There was a great man of God called John G. Lake. ജോൺ ജി ലേക്ക് എന്ന പേരിൽ ഒരു ശക്തനായ ഒരു He was born in ദൈവപുരുഷൻ. Canada, അദ്ദേഹം കാനഡയിലാണ് ജനിച്ചത്. but he went to South Africa. എന്നാൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. He was a man of prayer. അദ്ദേഹം പ്രാർത്ഥനാ He മനുഷ്യനായിരുന്നു. prayed many years. അദ്ദേഹം ഒത്തിരി നാളുകൾ പ്രാർത്ഥിച്ചു. And you know what happened? എന്താണ് സംഭവിച്ചത്? Within a short span of many years, ചില വർഷങ്ങളുടെ ചില കാലഘട്ടത്തിനുള്ളിൽ 700,000 people received Jesus. യേശു ക്രിസ്തുവിനെ 7 ലക്ഷം ആളുകൾ തന്നെ സ്വീകരിച്ചു. And many ministers came up. ഒത്തിരി ശുശ്രൂഷകന്മാർ അതിൽ നിന്ന് പുറത്തു വന്നു. As the medical crew were looking, James in his hands died out. മെഡിക്കൽ സംഘങ്ങൾ നോക്കി നിൽക്കെ കൈകളിൽ രോഗാണുക്കൾ ചത്തു വീഴുന്നത് കണ്ടു. Hallelujah. Hallelujah. Why? Because of the power of prayer. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുടെ ശക്തി നിമിത്തമായി. Golden rule number 3. മൂന്നാമത്തെ സുവർണ്ണ Be നിയമം, thankful in prayer. പ്രാർത്ഥനയിൽ നന്ദി All of us, we കരേറ്റുന്നവരാകുക. know how to thank a person when he helps us. നമുക്ക് എല്ലാവർക്കും നമ്മെ സഹായിക്കുന്ന ഒരു വ്യക്തിയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയാം. But we need to know something, that the person who does for us the more than anyone is God. എന്നാൽ എല്ലാവരെക്കാളും അധികം നമ്മെ സഹായിച്ച വ്യക്തി എന്നുള്ളത് ദൈവം തമ്പുരാനാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. 1 Corinthians 15:57. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിന്റെ 57-ാമത്തെ വചനം. 2 Corinthians 9:15. അതുപോലെ 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 15. Ephesians 5:20. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:20. 1 Thessalonians 5:18. അതുപോലെ 1 തെസ്സലോനിക്കർ 5:18. Hebrews 13:15. അതുപോലെ തന്നെ എബ്രായർ 13:15. And 1 Peter chapter 2 and verse number 9. അതുപോലെ തന്നെ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം. All these verses are speaking about our thankfulness. We should have thankfulness in prayer. ഈ എല്ലാ ഭാഗങ്ങളും തന്നെ പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കേണ്ട നന്ദിയെക്കുറിച്ച്, നന്ദി കരേറ്റേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. Many people grumble and complain in prayer. ഒത്തിരി ആളുകൾ പ്രാർത്ഥനയിൽ മുറുമുറുക്കുന്നവരും അതുപോലെ പരാതികൾ പറയുന്നവരുമാണ്. But we should be able to count the blessings that we have already received from the Lord, and we should become a praise box rather than becoming a complaint box. ഓർക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ പരാതികൾ പറയുന്നതിനേക്കാൾ, പരാതി പെട്ടികളാകുന്നതിനേക്കാൾ ഉപരി ദൈവം നമുക്ക് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള നന്മകൾക്ക്, ഉപകാരങ്ങൾക്ക് എണ്ണി നന്ദി പറയുന്നവരായി നാം തീരണം. Shout hallelujah. ചേർന്നൊരു വലിയ ഹല്ലേലൂയ പറഞ്ഞാൽ. Golden rule number 4 says, pray for the ministers of the Lord.
നാലാമത്തെ സുവർണ്ണ നിയമം ഇതാണ്, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Paul was a great apostle. പൗലോസ് ഒരു വലിയ But അപ്പോസ്തലനാണ്. he needed prayer from people. എന്നാൽ അദ്ദേഹം ജനങ്ങളിൽ നിന്ന് പ്രാർത്ഥന ആവശ്യപ്പെടുന്ന വ്യക്തിയാണ്. How much more we need. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ എത്രയധികമാണ് ഇന്നത്തെ ശുശ്രൂഷകന്മാർക്ക്. So in the days to come, അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ we will be focusing more on praying for the ministers. വരുന്ന ദിവസങ്ങളിൽ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമുണ്ട്. Somebody shout hallelujah. ചേർന്നൊരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാല്. There was a great preacher in the UK named Charles S. Spurgeon. ചാൾസ് എച്ച് സ്പർജൻ എന്ന പേരുള്ള ഒരു ശുശ്രൂഷകൻ യുകെയിൽ ഉണ്ടായിരുന്നു. And he had his church Spurgeon's Tabernacle in London. അദ്ദേഹത്തിന് സ്പർജൻ ടാബർനാക്കിൾ എന്ന പേരിൽ ലണ്ടനിൽ ഒരു ചർച്ച് ഉണ്ട്. One day there came a visitor to see the facility. ഒരു ദിവസം അവിടെ ഒരു സന്ദർശകൻ അവിടുത്തെ സൗകര്യങ്ങൾ കാണുവാനായി ചെന്നു. Spurgeon took the visitor to a lower hall. ആ സമയത്ത് സ്പർജൻ ആ വന്ന അതിഥിയെ താഴെ നിലയിലുള്ള ഒരു ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. And he said, this is my powerhouse. എന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ ശക്തി കേന്ദ്രമാണ്. When I am preaching from the upstairs, എപ്പോഴൊക്കെ ഞാൻ മുകളിൽ നിന്ന് പ്രസംഗിക്കുമോ hundreds of people will be praying for me in the lower level. നൂറുകണക്കിന് ആളുകൾ എന്റെ സ്റ്റേജിന് താഴെയുള്ള ഈ താഴെ മുറിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. That was a secret of the power of his ministry. ഇതാണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ രഹസ്യം എന്നുള്ളത്. How many will come forward to pray for the ministers of the Lord? അതുകൊണ്ട് ഇരിക്കുന്ന ഓരോരുത്തരോട് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി മുന്നോട്ട് വരും? Pray for open doors for the ministry. ആ ശുശ്രൂഷയിൽ വാതിലുകൾ തുറന്നു വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. Hallelujah. Hallelujah. And pray that we may proclaim the mystery of Christ. അപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കപ്പെടേണ്ടതിനു വേണ്ടി അവർക്കായി പ്രാർത്ഥിക്കുക. And pray that we may proclaim it with clarity. അപ്പോൾ തന്നെ സംസാരിക്കേണ്ട രീതിയിൽ വ്യക്തമായി അവർ സംസാരിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുക. Shout hallelujah. ചേർന്നൊരിക്കൽ കൂടെ ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൂവാറ്റുപുഴ ജനുവരി 15 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജനുവരി 16 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിന് സമീപം, തിരുവല്ല. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ സമയത്ത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി കർത്താവെ, ലോകം എമ്പാടും ആരെല്ലാം ഈ പ്രാർത്ഥനാ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ. കുടുംബജീവിതത്തിനകത്ത് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് വേർപിരിയാൻ വരെ ചിന്തിക്കുന്ന വ്യക്തികൾ കർത്താവെ, അവരുടെ നടുവിൽ സമാധാനമായി അങ്ങ് ഇറങ്ങി വന്ന് ഒരുമിച്ച് ആ കുടുംബത്തെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ പലരും പല രീതികളിലേക്ക് തിരിഞ്ഞ് അനുസരണമില്ലാതെ സ്നേഹബന്ധമില്ലാതെ ആയിരിക്കുന്ന കുടുംബങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവരെല്ലാം ഒരുമിച്ച് വരാൻ, കുറേയധികം വിറക് ഒരുമിച്ച് ഒരു കയറ് കൊണ്ട് കെട്ടിയിരിക്കുന്നത് പോലെ കുടുംബത്തിലുള്ളവർ ഒരുമിച്ച് സ്നേഹത്താൽ ബന്ധിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ രോഗമുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കൈവയ്ക്കാം, അല്ലെങ്കിൽ നെഞ്ചിൽ കൈവയ്ക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് നട്ടെല്ലിൻ്റെ വേദനകൾ, ഡിസ്കുകളുടെ തകരാറുകൾ, സ്പൈനൽ കോഡിനുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ജീസസ്. ആ വിടുതലിനായി നന്ദി പറയുന്നു. കിടപ്പ് രോഗികളെ പലരെയും കർത്താവ് ഈ സമയത്ത് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് കിടപ്പ് രോഗികൾ എഴുന്നേറ്റ് വരട്ടെ. താങ്ക് യു ജീസസ്. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. നടക്കുമ്പോൾ കിതപ്പും പ്രയാസങ്ങളുമുള്ളവർ, എന്നാൽ ഇന്ന് യേശു കർത്താവ് അങ്ങനെയുള്ളവരെ സൗഖ്യമാക്കിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് സംഭവിക്കട്ടെ. മാരകമായ പല രോഗങ്ങളും, ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. അതുപോലെ ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
എയ്ഡ്സ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്ഷയരോഗം സൗഖ്യമാകട്ടെ. സൊറായസിസ് എന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ, ആ ചർമ്മരോഗം സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. ശരീരത്തിൽ ഏതോ വിഷാംശം ചെന്നിട്ട് അത് നാളുകളായി, പക്ഷേ ഇപ്പോഴും ശരീരം ശരിയായ സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ വിടുവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. വിടുതലുകൾക്കായി നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കാൽമുട്ടുകൾ രണ്ടും നീര് വന്നിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. മറ്റ് ചില വ്യക്തികളുടേത് കാൽപാദത്തിൽ നീരുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിട്ട്. ശരീരത്തിൽ ചില മുറിവുകളുണ്ടായി ഉണങ്ങാതെ പ്രയാസത്തിലായിരിക്കുന്ന, ഷുഗർ ഒക്കെ ഉള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കൊളസ്ട്രോൾ ലെവൽ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഇൻറ്റേർണൽ ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. നിങ്ങളുടെ രോഗം ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ സമയത്ത് കൈകൾ ഈ TV സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഏത് വിഷയത്തിനും ഒരു വലിയ വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഇൻ ജീസസ് നെയിം ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ഈ വെള്ളിയാഴ്ച മൂവാറ്റുപുഴയിലും അതുപോലെ ശനിയാഴ്ച തിരുവല്ലയിലുമാണ്. തീർച്ചയായും വരണം. മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയണം. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ നേരിട്ടോ ഫോൺ ചെയ്തോ SMS-ലൂടെയോ വാട്സാപ്പിലൂടെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രാർത്ഥനാ ഡയറി അത് ഇംഗ്ലീഷിൽ ലഭ്യമാണ്, മലയാളത്തിൽ ലഭ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വിന്നേഴ്സ് ഫാക്ടറി എന്ന പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. ആശിഷുമാരി എന്ന പുസ്തകം, വേറെ പല പുസ്തകങ്ങളും ലഭ്യമാണ്. സ്ക്രീൻ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. കർത്താവ് ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.